തമ്പനയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രായപരിധികളില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ഐക്കർ നിങ്ങളെ സഹായിക്കും. പേര് കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് സെൻ്ററാണ് മണ്ണുത്തിയിലുള്ളത്. അപ്പോൾ ഇത് മണ്ണുത്തി സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച്. ആ സെയിൻറ്റ് ആൻ്റണീസ് ചർച്ചിൻ്റെ അവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉള്ളിലേക്ക് ഒരു ഓട്ടോ എടുത്താലും അവരോട് കൃഷി വിജ്ഞാന കേന്ദ്രയിൽ ഇറക്കി തരാൻ പറഞ്ഞാൽ അവർ നേരെ നിങ്ങളവിടെ എത്തിക്കും. പക്ഷേ ഉള്ളിലേക്ക് പോകുന്തോറും ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഒരു അപരിചിതത്വവും ഒരു വിജനതയും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഇതാണ് കൃഷി വിജ്ഞാന കേന്ദ്രം. അപ്പം നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഓഫീസ്, അപ്പോൾ കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ വിശാലമായ ക്യാമ്പസാണ്. അപ്പം അധികം പേരൊന്നുമില്ല. അപ്പം നമ്മൾ ഓഫീസിലേക്ക് കയറിപ്പോയി. അപ്പോൾ അവിടെ ഇതാണ് കേട്ടോ, ആ ബോർഡ് കണ്ടില്ലേ, ബോർഡ് വായിക്കാൻ പറ്റണില്ലേ? അപ്പോൾ അവിടെ ആൾക്കാർ രജിസ്ട്രേഷന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 300 രൂപ. അപ്പോൾ അത് പേ ചെയ്തപ്പോൾ നമുക്കൊരു ബുക്കും പെന്നും തരും. എന്നിട്ട് നമ്മളോട് മുകളിലാണ് ക്ലാസ് നടക്കുന്നത്. അപ്പോൾ ആ ഹാളിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. പ്രായപരിധികളില്ലാതെ വിദ്യാഭ്യാസ യോഗ്യതകൾ കണക്കാക്കാതെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അധ്വാനിക്കാനുള്ളൊരു നല്ല മനസ്സ്, എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹം, ഇതൊക്കെ മാത്രം മതി. പക്ഷെ വന്നവരിൽ പലരും തന്നെ പ്രൊഫഷണൽസാണ്. ജോലി ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, റിട്ടയർമെൻറ്റിനായിട്ട് ഒരുങ്ങുന്നവരുണ്ട്. ഒരുപാട് പേര്, കുറേ പേര് ഈ കൂൺ കൃഷി നല്ല രീതിയിൽ നടപ്പാക്കി സെൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിൽ ചിലരൊക്കെ ഹൈടെക് രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. ഇതാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത ടീച്ചർ. സെൽഫ് ഇൻട്രൊഡക്ഷന് പോലും നിൽക്കാതെ നേരെ കൂണിനെ കുറിച്ച് വിശദീകരിക്കാനും ക്ലാസ് എടുക്കാനും തുടങ്ങി. പിന്നീട് ടീച്ചറുടെ പേര് പോലും ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചില്ല. കാരണം അത്രയ്ക്കും ടൈറ്റ് ഷെഡ്യൂളിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ക്ലാസ്. വളരെ വളരെ ഉപകാരപ്രദമാണ്. പക്ഷെ കുറച്ചെങ്കിലും വായിച്ചോ അല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ സെർച്ച് ചെയ്തിട്ടോ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ അറിവുണ്ടാക്കിയിട്ട് വേണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. ഇത് ഞങ്ങൾക്ക് സ്നാക്ക് ടൈമായി. ആദ്യത്തെ 10 തൊട്ട് 11:30 വരെ 1.5 മണിക്കൂർ ക്ലാസ്. അതിനുശേഷം സ്നാക്ക് ടൈം. അതിനുശേഷം ഒരു 1.5 മണിക്കൂറോളം നീണ്ട മറ്റൊരു ക്ലാസ്. ശേഷം ലഞ്ച്. ഇത് ഞാൻ പറയേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടമ്മമാരൊക്കെ പൊതികെട്ടി രാവിലെ തന്നെ പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് കഷ്ടപ്പെട്ട് ചിലരെങ്കിലും വന്നു കഴിയുമ്പോൾ അയ്യോ ഇവിടെ റൈസും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയ്യോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരുങ്ങി വന്നതെന്നൊക്കെ പറയാറുണ്ട്. അപ്പം അത് ഒഴിവാക്കാനാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ ഏത് കോഴ്സും കോംപ്ലിമെൻ്ററി ഫുഡോടുകൂടിയാണ് ഇവിടെ നടപ്പാക്കാറുള്ളത്. ഈ സ്ഥാപനത്തെക്കുറിച്ച് 2 വാക്ക്. ICAR, ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് കൃഷി വിജ്ഞാന കേന്ദ്രം, തൃശ്ശൂർ. കേരള കാർഷിക സർവകലാശാലയുടെ ക്യാമ്പസിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടെ നടത്തപ്പെടുന്ന കോഴ്സുകളുടെ കാര്യത്തിൽ നിശ്ചിത നിലവാരം പുലർത്തേണ്ടതുള്ളതുകൊണ്ട് യാതൊരു സംശയവും കൂടാതെ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. ഉച്ചയ്ക്ക് ശേഷം ഇതുപോലെ പ്രാക്ടിക്കൽ ക്ലാസ്സാണ്. അത് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 3 സെക്ഷനായിട്ടാണ് പ്രാക്ടിക്കൽ ക്ലാസ് നടത്തിയത്. 3ാമത്തെ സെക്ഷനിലാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ വീഡിയോ എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രത്യേകിച്ചുള്ള ലക്ഷ്യം. അപ്പം ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന കോഴ്സുകൾ നിങ്ങളെ പരിചയപ്പെടുത്താം. അതുവഴിക്ക് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെറിയ വരുമാനം കിട്ടത്തക്ക വിധത്തിൽ വീട്ടുകാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷി പോലുള്ള സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ സ്ഥാപനം ഐക്കർ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ പരിപാടി ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ സഹകരിപ്പിച്ചുകൊണ്ട് ഒരു ഇൻകം, ഹോർട്ടിക്കൾച്ചറൽ പ്രാക്ടീസസ് ടു ഓഗ്മെന്റ് ദ ഇൻകം ഫ്രം സ്മോൾ സ്കെയിൽ ഫാമിംഗ്, അതാണ് ഇവരുടെ മുദ്രാവാക്യം. നാട്ടിൻപുറത്തൊക്കെ നമ്മൾ പറയില്ലേ, കൂട്ടിയമ്മ കൊട കൂട്ടാൻ. അവൻ നല്ല പണിക്കാരനാണ്, അവൻ്റെ ഭാര്യ നെയ്യുന്ന കൊട്ടുകളൊക്കെ വിറ്റിട്ട് അവൾക്കൊരു കൈക്കാശായി എന്നൊക്കെ നമ്മൾ പണ്ട് കാലത്ത് പറയണ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികളായിട്ടുള്ളവർ പുറത്തു പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതോടൊപ്പം തന്നെ തൊഴിൽ ചെയ്ത് സമ്പാദിക്കാം. ഇനി പുറം രാജ്യങ്ങളിൽ തൊഴിൽ എടുക്കുന്നവരാണെങ്കിൽ ഓവർ ടൈം ചെയ്തിട്ട് അവർക്ക് എക്സ്ട്രാ സമ്പാദിക്കാം. അപ്പം അതുപോലുള്ള സൗകര്യങ്ങൾ നമുക്ക് നാട്ടിൽ തന്നെ ലഭിക്കുമ്പോൾ അതിന് പുറംതിരിഞ്ഞ് നിൽക്കാതിരിക്കാം. കൂൺ വളർത്തൽ, പച്ചക്കറി കൃഷി ഇതുപോലുള്ളതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ഏണിംഗ് വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല ആരോഗ്യപരമായ ശീലങ്ങളിലേക്കും ഭക്ഷണക്രമങ്ങളിലേക്കും ഒക്കെ അത് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്.
ഈ ഒരു ദിവസം ഞാൻ പരിചയപ്പെട്ട പലരും തന്നെ ശരിക്കും പ്രൊഫഷണൽസുമാണ്. അതോടൊപ്പം അവർ ചെറിയ ചില സംരംഭങ്ങൾ വീട്ടുകാരോടൊത്ത് ചേർന്നുകൊണ്ട് നടപ്പാക്കുന്നുണ്ട്. അവർ എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടേഴ്സ്, മെൻ്റൽ സൈക്കോളജിസ്റ്റുകൾ, അതുപോലെ തന്നെ ലൈഫ് കോച്ചിങ് സെൻറ്റേഴ്സ് നടത്തുന്നവർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ചിലപ്പോൾ നാളത്തെ സംരംഭകത്വ അവാർഡുകൾക്ക് അർഹരായി തീരാൻ ഉള്ളവരായിരിക്കാം. എനിവേ, നമ്മളുടെ ഈ ഒരു കോഴ്സ് ഐക്കർ നടത്തുന്ന ഈ പരിപാടി വളരെയധികം ഉപകാരപ്രദമാണ്. പങ്കെടുക്കുന്ന എല്ലാവർക്കും ഓരോ ബെഡുകൾ നിറയ്ക്കാം. അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പറും പേരും അതിൽ എഴുതി വയ്ക്കാം. 15 ദിവസങ്ങൾക്ക് ശേഷം ഇതിൻ്റെ വളർച്ച കാണാൻ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പോയി കാണാവുന്നതാണ്. അപ്പം ഞാൻ നൈസിസ് മണ്ണുത്തി പ്ലാന്റ്സ് ഓൺലൈൻ ഷോപ്പ്, നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. എല്ലാത്തരം പ്ലാന്റ്സ്, ചെടികൾ, സീഡ്സ്, സീഡ്ലിങ്സ് എല്ലാം നമ്മൾ അയക്കുന്നുണ്ട്. പുതുതായിട്ട് നമ്മൾ കൂൺവിത്ത് കൂടി ആവശ്യക്കാർക്ക് കൊറിയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.